ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രതിവർഷം 5000 ചില്ലാനം കോടി രൂപയുടെ അധിക ബാധ്യതയാണ് പൊതുഖജനാവിന് വരുത്തിവെക്കുക. എന്നാൽ ഇതുകൊണ്ട് സാധാരണക്കാരന് എന്തു ഗുണം? ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുമ്പോൾ 5277 കോടി രൂപ പ്രതിവർഷം അധിക ബാധ്യത ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ശമ്പള പരിഷ്കരണം എന്ന നിലയിൽ മാത്രമല്ല കമ്മീഷൻ റിപ്പോർട്ട് ചരിത്രത്തിൽ ഇടം നേടുക. നാളിതുവരെയുള്ള ശമ്പള പരിഷ്കരണങ്ങളിൽ നിന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ കമ്മീഷന്റെ ശുപാർശകളെ വേറിട്ട് നിർത്തുന്നത് ശമ്പള പരിഷ്കരണ പ്രക്രിയയിൽ സ്വീകരിച്ച സമീപനങ്ങളുടെ കൂടി പേരിലായിരിക്കും. അതിനാലാണ് 10ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ പൊതുവിൽ സ്വാഗതം ചെയ്യപ്പെട്ടത്. ഭരണപക്ഷ അനുകൂല ജീവനക്കാരുടെ സംഘടനയ്ക്ക് ശമ്പള പരിഷ്കരണത്തിനെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്. എന്നാൽ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കണമെന്ന നിർദ്ദേശത്തെ അംഗീകരിക്കാൻ പ്രതിപക്ഷ സംഘടനകൾക്ക് കഴിയുന്നുമില്ല. ഏതായാലും രൂക്ഷമായ എതിർപ്പുകൾ ഒരു കോണിൽ നിന്നും ഉയർന്നില്ല. അതുകൊണ്ട് തന്നെ ജീവനക്കാർ പൊതുവിൽ സംതൃപ്തരാണ് എന്നു കരുതാം. എന്നാൽ ഇതുകൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് നേട്ടം? കേരളത്തിൻ്റെ 10ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞ അവസരത്തിൽ ആദ്യമായിട്ട് ധനകാര്യമന്ത്രി പറഞ്ഞത് 5200 കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നുള്ളതിനെ പറ്റിയാണ്. പക്ഷെ അങ്ങനെ വന്നാൽ തന്നെയും ആ ബാധ്യത ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക ശേഷിയോ ധനശേഷിയോ കേരള സർക്കാരിന് ഇന്നത്തെ അവസ്ഥയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 5277 കോടി രൂപ ഇതിനു വേണ്ടി ചെലവ് വരും എന്നുള്ളൊരു കണക്കാണ് വരുന്നത്. ഇവിടെ കണക്കിലെ കളികൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോഴൊക്കെ തന്നെ ഇതിനെ വലിയൊരു പ്രചരണായുധമാക്കി സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എതിരെ തിരിച്ചുവിടുന്നതിനുള്ളൊരു ബോധപൂർവമായ ശ്രമം എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ സിവിൽ സർവീസിനെ കുറിച്ച് പൊതുസമൂഹത്തിനുള്ള ഒരു മോശം അഭിപ്രായം അത് നിലനിൽക്കുന്നുണ്ട്. അനുഭവങ്ങളാവാം അത്. പക്ഷേ നമ്മൾ സാമാന്യവൽക്കരിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല. പ്രതിവർഷം 5277 കോടി രൂപ അധികം നൽകേണ്ടത് ഖജനാവിലേക്ക് പണമടയ്ക്കുന്ന സാധാരണക്കാരുടെ കീശയിൽ നിന്നാണ്. ഇങ്ങനെ അധിക ബാധ്യത വഹിക്കേണ്ടി വരുന്ന സാമാന്യ ജനങ്ങൾക്ക് ഈ പരിഷ്കരണം കൊണ്ട് എന്തെങ്കിലും ഗുണപരമായ മാറ്റമുണ്ടാകുമോ എന്നതാണ് ചോദ്യം. ഓരോ വർഷം കഴിയുന്തോറും ഗവൺമെൻറ്റിൻ്റെ പൊതു കടബാധ്യത വർദ്ധിച്ചു വരികയാണ്. 2014-15 കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിൻ്റെ മൊത്തം കടബാധ്യത 1,35,000 കോടി രൂപയായിട്ട് വരും. ഇങ്ങനെ ഓരോ വർഷവും കടബാധ്യത വർദ്ധിച്ച്, അതായത് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും കടമെടുത്ത് വികസന പ്രവർത്തനങ്ങൾക്കല്ലാതെ സാലറിക്കും പെൻഷനും വേണ്ടി തുക ചെലവഴിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്ന പലിശയുടെ തുകയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ ബാധ്യതയാണ് നമ്മുടെ പെൻഷൻ പേയ്മെൻറ്റിനെയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാത്ത പൊതു കടമെടുപ്പ് വഴി ഈ 1,35,000 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതിനും എന്തെങ്കിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളം സമാഹരിക്കുന്ന വിഭവങ്ങളുടെ ഏകദേശം 90-95% സാലറിക്കും പെൻഷനും ഇൻട്രസ്റ്റിനും മാത്രം കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് സമീപഭാവിയിൽ തന്നെ കേരള ഗവൺമെൻറ് എത്തിപ്പെടും എന്നുള്ള ഒരു ഗുരുതരാവസ്ഥ ഇനിയെങ്കിലും രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കണം. നാമമാത്രമായ രീതിയിലേക്കൊരു വർധനമാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വേണ്ടി വലിയൊരു രീതിയിലേക്ക് ബാധ്യത ചർച്ച ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. കാരണം കേരളത്തിൻ്റെ കൂലി വ്യവസ്ഥയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അത് കേരളത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരുകൾ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലെ ചർച്ചകൾ ഏറ്റവും വലിയ രീതിയിൽ ഉയർന്നു വരുന്നത് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇതിനെ സമാനമായ രീതിയിൽ തന്നെ 2009 ശമ്പള പരിഷ്കരണം ഇവിടെ നടന്നതാണ്. കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ച് അന്നും കേരളത്തിലെ ജീവനക്കാരുടെ ലഭിച്ചുകൊടുന്ന അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ക്ഷാമത്തെ ലയിപ്പിച്ചാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. ഏതാണ്ട് 2400 കോടി രൂപയുടെ അടുത്ത് ബാധ്യത അന്ന് വന്നു. പക്ഷേ അന്ന് ഈ രീതിയിലേക്ക് ചർച്ച കേരളത്തിൽ ഉയർന്നു വന്നില്ല. അതിനൊരു കാരണം ആ ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമമായ ഇടപെടലിൻ്റെ ഒരു പ്രതിഫലനം കേരളത്തിൻ്റെ സാമ്പത്തിക വരുമാനം എത്തിക്കുന്നതിൽ വന്നിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വാളയാർ ചെക്ക് പോസ്റ്റ്, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക വിഭവ സമാഹരണ രംഗത്തുണ്ടായിരുന്ന ഗവൺമെൻറ് കാഴ്ചപ്പാടും. അതുകൊണ്ടാണ് ആ ഗവൺമെൻറ് അധികാരം വിട്ടൊഴിയുമ്പോൾ 3400 കോടി രൂപയുടെ മിച്ചമടക്കം ട്രഷറിയിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലേക്ക് വന്നത്. വിലക്കയറ്റം കൂടും, പരിഷ്കരണത്തിനനുസരിച്ച് കൈക്കൂലി നൽകേണ്ട തുകയും കൂടും. അതിനപ്പുറം എന്തെങ്കിലും സർക്കാർ ജീവനക്കാർ പൊതുജനങ്ങൾക്ക് നൽകുമോ എന്നതാണ് ചോദ്യം. കാലാകാലം ശമ്പള പരിഷ്കരണ കമ്മീഷനുകൾ ശുപാർശ നൽകുമ്പോൾ കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ അപജയത്തെപ്പറ്റി വ്യാപകമായ ചർച്ച ഉയരും. പൊതുസേവനം കാര്യക്ഷമമാക്കാൻ കമ്മീഷനുകളെല്ലാം ശുപാർശ നൽകും. ഇതിനെക്കുറിച്ച് സർവീസ് സംഘടനകൾ പ്രതിഷേധമുയർത്തും. ജീവനക്കാരുടെ അമിതഭാരമെന്ന വാദവുമായി ചെറുക്കും. അങ്ങനെ ശമ്പളം കൂടിയാലും എല്ലാം പഴയപടി തുടരും.
അതുകൊണ്ട് തന്നെ ശമ്പളവും പെൻഷനും കൂട്ടി നൽകുന്ന സർക്കാരിന് ഇതോടൊപ്പമുള്ള ഭരണ നവീകരണ ശുപാർശകളെ നിസ്സാരമായി അവഗണിക്കേണ്ടിയും വരും. ഇവിടെ പറയുന്നത് ഇപ്പോൾ 8,500 രൂപ അടിസ്ഥാന ശമ്പളം ഉണ്ടായിരുന്നത് 17,000 രൂപ ആയതുകൊണ്ട് ശമ്പളം ഇരട്ടിയായി എന്നാണ്. കേട്ടാൽ തോന്നും ശരിയാണ്, 8,500 രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത് 17,000 രൂപ ആവുന്നു. 8,500ൻ്റെ ഇരട്ടിയല്ലേ 17,000. യഥാർത്ഥത്തിൽ എന്താണ്, കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ശമ്പളം പരിഷ്കരിച്ചപ്പോൾ ഒരു താഴ്ന്ന ജീവനക്കാരൻ്റെ ശമ്പളം 8,500 രൂപ എന്ന് നിശ്ചയിച്ചു. ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഉണ്ടായ വിലക്കയറ്റത്തിന് സമീകരണമാണെന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ പഴയ ആ ക്ഷാമബത്ത തത്വം അനുസരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത 6 മാസം കൂടുമ്പോൾ കൊടുക്കുന്നതിന് അനുസരിച്ച് കേരളത്തിലെ ജീവനക്കാർക്കും കിട്ടിയ ഈ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 80% ക്ഷാമബത്ത കൂടി ഇതിൻ്റെ കൂടെ ചേരുന്നത്. അതാണ് മാസം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. 8,500ൻ്റെ കൂടെ 80% ക്ഷാമബത്തയും കൂടെ വാങ്ങിക്കുമ്പോൾ 15,300 രൂപ ഇപ്പം ശമ്പളം വാങ്ങുന്നയാളിനാണ് ശമ്പളം 17,000 ആവുന്നത്. എന്ന് കേവലം വ്യത്യാസം 1,700 രൂപ മാത്രമാണ്. വിലക്കയറ്റം എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ഇല്ലെങ്കിൽ ശമ്പളമേ വർദ്ധിപ്പിക്കേണ്ട. രാഷ്ട്രീയ ഇച്ഛാശക്തിയേക്കാൾ നമുക്കാവശ്യം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയാണ്. ആ സ്ഥിതി വിലയിരുത്തി, ശാസ്ത്രീയമായിട്ട് വിലയിരുത്തി എത്രമാത്രം നമ്മുടെ വിഭവസമാഹരണം വർദ്ധിപ്പിക്കാൻ കഴിയും, അതിൻ്റെ എത്ര ശതമാനം ശമ്പളത്തിന് വേണ്ടി മാറ്റിവെക്കണം, എത്ര ശതമാനം പെൻഷന് വേണ്ടി മാറ്റിവെക്കണം, ബാക്കി വികസന പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം തുക മാറ്റിവെക്കാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി വസ്തുതാപരമായൊരു പഠനം ഇനിയെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പേ റിവിഷൻ നടപ്പിലാക്കേണ്ടത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാകുകയും കേരളം വിദൂര ഭാവിയിൽ അല്ലെങ്കിൽ സമകാലീന ഭാവിയിൽ തന്നെ അതിരൂക്ഷമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് താഴുകയും ചെയ്യും. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി റവന്യൂ വരുമാനത്തിൻ്റെ 12% കുറവ്, അതായത് റവന്യൂ വരുമാനത്തിൽ നിന്ന് ചെലവഴിക്കേണ്ട തുകയുടെ 12% കുറവാണ് ഈ ശമ്പളത്തിന് പെൻഷനും വേണ്ടി കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് ഗവൺമെൻറ്റിന്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പുറത്ത് ഇക്കാര്യത്തിൽ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 90% സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള കണക്ക് ധനമന്ത്രി വെച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ്. അങ്ങനെ ഒരു കണക്ക് പുറത്ത് ജനങ്ങൾ മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് വ്യക്തമാകുന്നതാണ്. ശരിക്ക് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ 50%-ഓടടുത്ത തുക മാത്രമേ പെൻഷൻകാർക്ക് വേണ്ടിയും ജീവനക്കാർക്ക് വേണ്ടിയും കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്നതിനാൽ എല്ലാ ശുപാർശയും അംഗീകരിക്കും. ഇതിനൊപ്പം ജനങ്ങൾക്ക് വേണ്ടി എന്താകും ഉമ്മൻചാണ്ടി സർക്കാർ നൽകുക? ജീവിത ചെലവ് കൂടുമ്പോൾ ശമ്പളവും പെൻഷനും കൂടേണ്ടതു തന്നെ. എന്നാൽ ഇതോടൊപ്പം ജീവനക്കാരുടെ കാര്യക്ഷമതയും പ്രതിബദ്ധതയും ഉയരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട കടമ സർക്കാരുകൾ നിർവഹിക്കേണ്ടതില്ലേ? ഓരോ തവണ ശമ്പളം പരിഷ്കരിക്കുമ്പോഴും 10 ലക്ഷത്തിൽ താഴെയുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി സംസ്ഥാന ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്ന നല്ലൊരു വിഹിതം നീക്കിവെക്കേണ്ടി വരുന്നു. എന്നാൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ട സേവനമാകട്ടെ നേരത്തിനും കാലത്തിനും കിട്ടില്ല. പാവങ്ങൾക്ക് വെയിലുകൊണ്ട് പുറത്തു നിൽക്കാനും ഈ പറഞ്ഞ രീതിയിൽ വിഷമിച്ച് ഓഫീസിനകത്ത് കയറാനും ഒരു അപേക്ഷ കൊടുക്കാനും പോലും പറ്റാത്ത സ്ഥിതിയാണ് പല വില്ലേജ് ഓഫീസുകളുടെ മുന്നിൽ, പല സബ് രജിസ്ട്രാർ ഓഫീസുകളുടെ മുന്നിൽ. നമ്മൾ നോക്കുന്ന സമയത്ത് പല താലൂക്ക് ഓഫീസിൻ്റെ മുന്നിൽ ആളുകൾ വന്ന് ക്യൂ അടക്കാണ്. അകത്ത് ജീവനക്കാരിൽ നിന്ന് കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളോട് വർദ്ധിപ്പിക്കണം. കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇരിക്കാനുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ. ചില ഓഫീസുകളിൽ പോയാൽ ജീവനക്കാരന് നേരെ ചൊവ്വെ പ്രവർത്തിക്കാനുള്ള സ്ഥലം പോലുമില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പോലും ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുമ്പോഴാണ് ജീവനക്കാർക്ക് വേണ്ടി കോടികളുടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇതിന് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ ജീവനക്കാരും ബാധ്യസ്ഥരാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരന് ഈ വരുന്ന 2016 ജനുവരിയിൽ അവൻ്റെ ശമ്പള പരിഷ്കരണം നടപ്പിലാകും. അപ്പോൾ കേന്ദ്ര ജീവനക്കാരൻ ഇപ്പോൾ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ ഒരു വലിയ ഹൈക്ക് അവരുടെ ശമ്പള പരിഷ്കരണത്തിൽ ഇപ്പോൾ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീണ്ടും കേരളം, ഈ പറഞ്ഞ 10 പരിഷ്കരണം നടന്ന കേരളം കേവലം 7ാമത്തെ പരിഷ്കരണം നടക്കാൻ പോകുന്ന കേന്ദ്ര ജീവനക്കാർക്കാൾ പിന്നെയും വളരെയേറെ പിന്നിൽ പോവും. ഇവിടുത്തെ ജീവനക്കാരനും തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരനും എല്ലാം ഒരേ കടയിൽ നിന്നാണ് അരി വാങ്ങുന്നതും ഈ പറഞ്ഞ മറ്റെല്ലാ സാധനങ്ങളും വാങ്ങുന്നതും. കേരള സർക്കാരിൻ്റെ ജീവനക്കാരനായതുകൊണ്ട് കുറച്ച് പൈസ തന്നാൽ മതി എന്നുള്ളൊരു കൺസെഷൻ എങ്ങുമില്ല. അപ്പോൾ എല്ലാം ദേശീയ വേതന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം പരിഷ്കരിക്കണം. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ 13ാം ധനകാര്യ കമ്മീഷൻ 2011 റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പറഞ്ഞത് കേരള ഗവൺമെൻറ് ഓരോ 5 വർഷം കൂടിയിരിക്കുമ്പോൾ പേ റിവിഷൻ നടപ്പിലാക്കരുത്,
നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഈ അധികത്തിൽ വരുന്ന ബാധ്യത മുൻകാല പ്രാബല്യത്തോട് കുടിശ്ശിക കൊടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് അത് ചെയ്തില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷങ്ങളിൽ അത് ചെയ്തില്ല. അങ്ങനെ മുൻകാല പ്രാബല്യത്തോടു കൂടി പേർ റിവിഷൻ്റെ അധിക ബാധ്യത ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ശേഷിയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഭരണപരിഷ്കാരത്തെപ്പറ്റി വിശദമായ ശുപാർശകൾ കമ്മീഷൻ നൽകാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ ശ്രദ്ധേയമായ ചില ആശയങ്ങൾ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉന്നത തലങ്ങളിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന് യോഗ്യത മാനദണ്ഡമാക്കിയത് പുതിയൊരു തൊഴിൽ സംസ്കാരത്തിന് വഴിവെക്കും. അധികമുള്ള ജീവനക്കാരെ പുനർവിന്യസിക്കണം എന്ന നിർദ്ദേശം എത്രയോ തലങ്ങളിൽ ഇതിനു മുൻപ് ഉയർന്നതാണ്. കേരളത്തിൽ ഏകദേശം 5000-ലധികം അൺഎക്കണോമിക് സ്കൂളുകളുണ്ട്. ഈ അൺഎക്കണോമിക് സ്കൂളുകളിൽ ഏകദേശം 5000-ഓളം അധ്യാപകർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ വേതനം വാങ്ങുന്നത് ജോലി ചെയ്യാതെയാണ്. അല്ലെങ്കിൽ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന അധ്യാപകരുടെ സേവന വ്യവസ്ഥകളെപ്പറ്റി ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യാതെ അവർക്ക് വേതനം കൊടുക്കുന്നത്? അല്ലെങ്കിൽ അവരെ മറ്റു മേഖലകളിലേക്ക് റീഡിപ്ലോയ് ചെയ്ത് അവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള ഒരു റീഡിപ്ലോയ്മെൻറ്റ് സ്ട്രാറ്റജി നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കണം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 5000-ലധികം വരുന്ന പ്രൊട്ടക്റ്റഡ് അധ്യാപകർക്ക് ജോലി ചെയ്യാതെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടതായ ഒരു ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഒരു പണിയും ചെയ്യാതെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതിനോട് NGO അസോസിയേഷൻ ഒരിക്കലും അതിനെ കൂട്ടുനിൽക്കുന്നില്ല. അപ്പോൾ സർക്കാർ ഇതിനെ ഡീപ്ലോയ്മെൻറ്റ്, ഫലപ്രദമായ ഡീപ്ലോയ്മെൻറ്റ്, അവൻ ജോലി ചെയ്യേണ്ട മേഖലകൾ കണ്ടെത്തി അവനെ വിന്യസിക്കണം. പണിയെടുക്കാതെ വരുന്നു എന്ന രീതിയിലേക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് കുട്ടികളുടെ എണ്ണം പരിമിതപ്പെടുന്നു? സ്വാഭാവികമായും 1:45 നമ്മുടെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം നിൽക്കുന്നത്. ആ അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് 12,000-ഓളം വരുന്ന അധ്യാപകരുടെ കുറവ് എന്ന രീതിയിലേക്ക് വരുന്നത്. നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന സ്ഥിതിവിശേഷം 1990-കൾക്ക് ശേഷം കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലേക്ക് സാമ്പത്തിക താല്പര്യമുള്ള ആളുകൾക്ക് കച്ചവടം നടത്താൻ കഴിയുന്ന മേഖലയായി മാറി. കാരണം അണ്ണയുടെ വിദ്യാഭ്യാസത്തിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുട്ടികളുടെ ഫീസ് നിരക്കും അധ്യാപകർ കൊടുക്കുന്ന നാമമാത്രമായ ശമ്പളവും അപ്പോൾ ഒരു ലാഭാധിഷ്ഠിതമായ കച്ചവടമായി കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ എണ്ണം ഈ പൊതുവിദ്യാലയങ്ങൾ വരുന്നതിൻ്റെ അകത്ത് കുറവ് വരുന്നുണ്ട്. ആ കുറവ് വരുമ്പോൾ അധ്യാപകരുടെ എണ്ണം സ്വാഭാവികമായിട്ട് റേഷ്യോ അടിസ്ഥാനത്തിൽ പുറത്തു വരികയാണ്. അതിൻ്റെ ഭാഗമെന്ന് പറയുന്നത് ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുവാനും മെച്ചപ്പെടുത്തുവാനും കാര്യക്ഷമമാക്കുവാനും നിലപാട് സ്വീകരിച്ച കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയും. സർക്കാർ ഓഫീസുകളുടെ കമ്പ്യൂട്ടർവൽക്കരണം ഇഴഞ്ഞു നീങ്ങുന്നു. വിവരസാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി അതിവേഗം സേവനം ലഭ്യമാക്കുന്നതിന് സംവിധാനം വരണം. എന്നാൽ ഇതൊന്നും ചെയ്യാൻ ആർക്കും താല്പര്യം ഇനിയും ഉണ്ടാകില്ല. തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ജീവനക്കാർ മുന്നിലെത്തുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്നു നടിക്കും. ശമ്പളത്തോടൊപ്പം നല്ല സേവനവും എന്ന മുദ്രാവാക്യം ജീവനക്കാർ തന്നെ ഏറ്റെടുക്കണം. കേരളത്തിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും എക്സസ് സ്റ്റാഫുണ്ട്. അപ്പം കേരളം 1998 വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം നടത്തി സംസ്ഥാന പദ്ധതിയുടെ ഏകദേശം 30% തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സമയബന്ധിതമായിട്ട് പദ്ധതി രൂപീകരിക്കാനോ അത് നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇതുവരെ പുനർനിർണയിച്ച് കൈമാറപ്പെട്ടിട്ടില്ല. അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണത്തെയും നിർവഹണത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം അവർക്ക് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള പേർവിഷൻ നടപ്പിലാക്കുന്ന അവസരത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ടുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അധികം വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്ത് അങ്ങനെ അധികമുള്ള ഉദ്യോഗസ്ഥരെ ഈ സ്കേഴ്സിറ്റി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുനർവിന്യസിക്കാനുള്ള ഒരു തന്ത്രപരമായ നടപടി ഈ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ പേ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനായിട്ട്. സെക്രട്ടേറിയറ്റിലും കളക്ട്രേറ്റിലും താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും റേഷനിംഗ് ഓഫീസിലും എത്തുന്നത് സാധാരണക്കാരാണ്. ജീവനക്കാർക്ക് സംഘടനാ ബലമുണ്ട്. എന്നാൽ ഓരോരോ ആവശ്യങ്ങളുമായി സർക്കാർ ഓഫീസിൽ എത്തുന്നവർക്ക് ഇത്തരം പിന്തുണയോ സംഘടിത ശക്തിയോ ഇല്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെറിയ കാര്യത്തിന് പോലും ജനങ്ങളെ പലതവണ ഓഫീസുകളിൽ കയറിയിറക്കുന്നതാണ് പതിവ്. ഇതിന് അപവാദമായി ചിലരുണ്ടാകും. അവരെ സഹജീവനക്കാർ കളിയാക്കുന്ന സാമൂഹിക സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ കാശുള്ളവർക്ക് വേണ്ടി നിയമങ്ങളെയും ചട്ടങ്ങളെയും അനുകൂലമാക്കുകയും ചെയ്യും. അങ്ങനെ ഉയർന്ന ശമ്പളവും വാങ്ങി സാധാരണക്കാരുടെ സമ്പത്ത് അന്യായമായി വഴിതിരിച്ചു വിടുന്നവരും കേരളത്തിലെ ഉദ്യോഗസ്ഥരിലുണ്ട്. ഇവരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ പിന്നെ സംഘടനകൾ ഉണരും. ഗവൺമെൻറ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും വിഭവ സമാഹരണം നടത്തി
പൊതുജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സർവീസ് വിനിയോഗിക്കുകയാണ്. അപ്പോൾ അവിടെ പൊതുജനങ്ങളുടെ പൈസയിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ പൊതുജനങ്ങളുടെ സേവനത്തിനൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉദ്യോഗസ്ഥർ കാണിക്കണം. ആ സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കാത്തതിനുള്ള പ്രധാന കാരണം അവരുടെ സംഘടനാ ശക്തിയാണ്. ആ സംഘടനാ ശക്തിയെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണനേതൃത്വത്തിനുണ്ടായിരിക്കണം. ഇത് മൂന്നും കൂടി യോജിച്ചു പോയെങ്കിൽ മാത്രമേ കേരളത്തിലെ സേവന രംഗം കാര്യക്ഷമമാകുകയുള്ളൂ. ആ കാര്യക്ഷമമാക്കിക്കൊണ്ട് വേണം തീർച്ചയായിട്ടും ഇതേപോലുള്ള അധിക ബാധ്യത വരുന്ന പേർവിഷൻ നടപ്പിലാക്കാനായിട്ട്. മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ സിംഹഭാഗവും കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സാമ്പത്തിക വിശാലതന്മാർ എങ്ങനെയാണ് ആ കണക്ക് പറയുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ നടക്കുന്ന കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതൊന്നും സാമ്പത്തികമായി മെച്ചമല്ലാത്ത ഒരു ഗവൺമെൻറ് നടപ്പിലാക്കാൻ കഴിയുകയില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അത് പുതിയ വകുപ്പുകൾ രൂപീകരിക്കുന്ന കാര്യത്തിലായാലും ശരി തന്നെ, പുതിയ മെഡിക്കൽ കോളേജുകൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ തന്നെ, ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ സിവിൽ സർവീസിൽ ഏതാണ്ട് 36,000-ലധികം പുതിയ പോസ്റ്റുകൾ അനുവദിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുകയില്ല. ശമ്പള പരിഷ്കരണത്തിലൂടെ നേട്ടമുണ്ടാക്കുന്ന ജീവനക്കാർക്ക് ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. ജനങ്ങളോടുള്ള കടപ്പാട് കൂടുകയാണ്. വർദ്ധിത വേതനം കൂടുതൽ പ്രതിബദ്ധതയാർന്ന സേവനത്തിനുള്ള പ്രേരകമാകണം. ജീവനക്കാരുടെ പ്രതിബിംബമായി പ്രത്യക്ഷപ്പെടുന്ന സർവീസ് സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ബദ്ധശ്രദ്ധ വേണം. കാര്യക്ഷമതയുടെ കാര്യത്തിൽ കേരളത്തിലെ സിവിൽ സർവീസ് മേഖല എത്രമാത്രം മുന്നോട്ട് പോകാൻ സഹായകരമാകുന്ന എന്തു നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിന് ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം രീതി ജീവനക്കാരെ അണിനിരത്തണം അതിനെല്ലാം പിന്നെ ഞങ്ങൾ അണിനിരത്താൻ തയ്യാറാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഈ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് നികുതി സമാഹരിച്ചതും ആ നികുതി സമാഹരണത്തിൽ നിന്നാണ് ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം ആനുകൂല്യം എല്ലാം കൊടുത്തതും. അതേ ജീവനക്കാർ തന്നെയാണ് ഇന്ന് സർക്കാർ സർവീസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം മെച്ചപ്പെട്ട രീതിയിൽ ആനുകൂല്യ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ജീവനക്കാർ തന്നെ ഇപ്പോഴും തുടരുന്നു. എന്തുകൊണ്ട് ഇപ്പം മെച്ചപ്പെട്ട രീതിയിലേക്ക് ഖജനാവിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് തട്ടുകേടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് കുഴപ്പം ഉണ്ടായിട്ടുള്ളത് എന്ന് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തി ഇല്ലായ്മ തന്നെയാണ്. അതിനിടെ ശമ്പള പരിഷ്കരണം മൂലമുണ്ടാകുന്ന അധിക ബാധ്യത സർക്കാരിന്റെ ധനസ്ഥിതി മോശമാക്കുമെന്നും ധനപ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും വാദമുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ സമാഹരണ ശേഷി ഓരോ വർഷം കഴിയുന്തോറും ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത നമുക്ക് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2, ഗവൺമെൻറ്റിൻ്റെ ഓൺ റവന്യൂ റിസോഴ്സസിൻ്റെ ഏകദേശം 70% സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി മാത്രം വിനിയോഗിക്കുകയാണ്. ബാക്കി ഒരു 20% ഏകദേശം പെൻഷനും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റേറ്റിൻ്റെ മൊത്തം ഓൺ റവന്യൂ റിസോഴ്സസിൻ്റെ 90% സാലറി, പെൻഷൻ, പലിശ ഇതിന് 3 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന 10% കൊണ്ട് കേരളം എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതിനെപ്പറ്റി ഗൗരവമായ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയക്കാരുടെ ഇടയിലോ മറ്റ് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടയിലോ ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും മോശമായി പോകുന്നത്? അത് നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരുപാട് പുറകിലോട്ട് പോകണ്ട. കഴിഞ്ഞ 5 കൊല്ലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നികുതി പിരിവ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ആ നികുതിയുടെ 2011-12 വരെയുള്ള 10-11 വരെയുള്ള കണക്കും 11-12 മുതൽ ഇങ്ങോട്ടുള്ള കണക്കും എടുത്ത് പരിശോധിച്ച് കൃത്യമായിട്ട് കാണാൻ കഴിയും. ടാർഗറ്റ് ചെയ്ത നികുതി ഒരു കൊല്ലവും പിരിച്ചെടുക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ശമ്പള വർധനവിന്റെ കാര്യത്തിൽ സർവീസ് സംഘടനകൾക്കൊന്നും അഭിപ്രായ ഭിന്നതയില്ല. അതുകൊണ്ട് തന്നെ അനായാസം ഇത് നടപ്പാക്കാനുമാകും. സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ സൂചിപ്പിക്കുന്ന 5277 കോടി രൂപയുടെ അധിക ബാധ്യത എന്ന വസ്തുത സത്യമാണെങ്കിൽ സാമാന്യ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ നല്ല ആശങ്കയുണ്ട്. അതിനാൽ ജനസാമാന്യത്തെ കൂടി വിശ്വാസത്തിലെടുത്തു വേണം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ. വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരിൽ ഏതാണ്ട് 20% വരുന്ന സർക്കാർ ജീവനക്കാരുടെ വേതന വർധനവിനായി ബാക്കി 80% കൂടി കീശയിൽ നിന്നാണ് പണമെടുത്തു നൽകുന്നത്. അടിത്തൂൺ പറ്റുന്നതുവരെയെങ്കിലും ഈ ബോധ്യം സർക്കാർ ജീവനക്കാർക്കുണ്ടായാൽ നന്നായിരുന്നു. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച.